മേ ഐ കം ഇൻ സർ? യെസ്. മുകളിൽ നിന്നുള്ള പ്രഷർ കാരണം എനിക്കിവിടെ ഇരിക്കാൻ പറ്റാതായിട്ടുണ്ട്. ഒരു പ്രതിയെ കസ്റ്റഡിയിൽ കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഇവനൊക്കെ എന്തിനാ ഈ പണിക്ക് വരുന്നത്? താനിരിക്കെ. ഇയാൾ അവിടെ എന്തെടുക്കുമായിരുന്നു? സർ അത് പിന്നെ മീഡിയയ്ക്ക് ഒരു റിപ്പോർട്ട് പോലും കൊടുത്തു പോരുത്. സർ ഇന്നലത്തെ ചാനൽ ചർച്ച താൻ കണ്ടതല്ലേ? കണ്ടു സർ. പോലീസിന്റെ ഇൻഎഫിഷ്യൻസിയെ കുറിച്ച് മാത്രമായിരുന്നു ഇന്നലത്തെ ചർച്ച. എത്രയും വേഗം പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കണം. സർ അന്വേഷണ ചുമതലയിൽ നിന്നും സി അലക്സ് ജോസഫിനെ മാറ്റുന്നതായിരിക്കും നല്ലത്. മറ്റാരെയാ ചുമതലപ്പെടുത്താൻ പറ്റുന്നത്? സർ CI പ്രദീപ് കുമാറിനെ ഏൽപ്പിക്കാം. ശരി, ആയിക്കോട്ടെ. ഗുഡ് മോർണിംഗ്. ഹായ് സൈതാലി. കുറച്ച് ദിവസം ആയല്ലോ രണ്ടുപേരെയും കണ്ടിട്ട്. എവിടെയായിരുന്നു? ആ മാത്തുക്കുട്ടിയുടെ മോൻ്റെ കേസുമായിട്ടേ ഓടി നടക്കുമായിരുന്നു. അതാ ആ കൊച്ചരന് മണ്ടത്തരം കാണിച്ചു. എന്തു പറ്റി? പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയി. ഞാൻ വാർത്തയെ കണ്ടിരുന്നു. ആ മാത്തക്കുട്ടിയുടെയും ഭാര്യയുടെയും കരച്ചിൽ എന്ത് ചെയ്യാനാ? പാവം പയ്യനായിരുന്നു. വിധി അല്ലാതെ എന്തു പറയാനാ? ഈ മരിച്ച സ്റ്റീഫനെ എനിക്കറിയാം. ബാംഗ്ലൂരിലുള്ള എൻ്റെ സുഹൃത്തിൻ്റെ കമ്പനിയിലെ കെമിസ്റ്റായിരുന്നു അവൻ. കമ്പനിയുടെ കാര്യത്തേക്കാൾ അവൻ കൂടുതൽ താല്പര്യം കാണിച്ചത് ഡ്രഗ്സ് മാഫിയായിട്ടുള്ള കൂട്ടായിരുന്നു. അതറിഞ്ഞപ്പോൾ അവനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി. പിന്നെ അവൻ പൊങ്ങിയത് കൊച്ചിയിലാ. സൈതാലിക്കപ്പോൾ അവനെ അറിയാമല്ലേ? ഇവൻ്റെ ഭാര്യ ബാംഗ്ലൂരിലെ ഫ്ലാറ്റിൽ ഒരു ദിവസം മരിച്ചു കിടന്നു. ഇവൻ കൊന്നതാണെന്നും അതല്ല ആത്മഹത്യ ചെയ്തതാണെന്നും ഒക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും കേസൊക്കെ അവൻ തേച്ചു വായിച്ച് കളഞ്ഞു. കഷ്ടം. എവിടെ ആയാലും കൊച്ചു പെമ്പിള്ളേരൊക്കെ അവൻ്റെ ഒരു വീക്ക്നെസ്സാ. ഈ ലഹരി മാഫിയ ഇപ്പോൾ കേരളം മുഴുവൻ കീഴടക്കി കഴിഞ്ഞു. അതെ. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. എനിക്കൊരു ബോർഡ് മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, കാണാം. ആ ഫോൺ എടുക്കൂ ജോയി. ഹലോ. ഇല്ല ചേ, ഞാൻ സ്റ്റാൻഡില്ല, ഓട്ടോ എടുത്തിട്ടില്ല. ഈ സ്കൂൾ വരെ വന്നതാ. നമ്മുടെ മാഷിൻ്റെ മകളുടെ കൊച്ചിൻ്റെ അഡ്മിഷൻ്റെ ആവശ്യത്തിനാ. ഓക്കെ. ആരാ? മാത്തുക്കുട്ടി ചായനാ. ഓക്കെ, ചെയ്തേക്കാം. ഓക്കെ. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ന്യൂസിൽ കണ്ടിരുന്നു. ഇപ്പം പിന്നെ ചാനൽ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് വാർത്തകളൊക്കെ വളച്ചൊടിക്കുകയാണല്ലോ. എങ്ങോട്ടാണ് ട്രാൻസ്ഫർ? തിരുവനന്തപുരത്തേക്കാ. കുഞ്ഞിനെ അവിടെ ഏതെങ്കിലും സ്കൂളിൽ ചേർക്കണം. ഇത്ര പെട്ടെന്നൊരു ട്രാൻസ്ഫർ ഞാൻ പ്രതീക്ഷിച്ചില്ല ഫാദർ. ഓഫീസിൽ നിന്ന് സീൽ ചെയ്ത് കളക്ട് ചെയ്തു. ഇവിടെ ആകുമ്പോൾ ജോലിക്ക് കൊണ്ടാക്കാനും എളുപ്പമാണ്. ഇത് കുറച്ചും കൂടെ അടുത്താ. പക്ഷേ ഇത് നമ്മുടെ CI സാറല്ലേ വരുന്നേ? സാറിൻ്റെ ഇവിടെ കുഞ്ഞിൻ്റെ TC വാങ്ങാൻ വന്നതാ. എനിക്ക് ട്രാൻസ്ഫറായി. പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ. കസ്റ്റഡിയിലിരുന്ന പ്രതി ചാടിപ്പോയില്ലേ സാറേ? അതവനൊരു അബദ്ധം കാണിച്ചതാ സാർ. എനിക്ക് പകരം വന്നിരിക്കുന്ന ആളിൻ്റെ കയ്യിൽ അവനെ കിട്ടിയാൽ അവൻ തീർന്നു. സർ, അവനെവിടെയാ? ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? യെസ് സർ. സൗഷ്യൻ മെന്നിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടോ? സർ. ഏത് ഭാഗത്താ? അങ്ങ് മേളില്ല സർ. സർ, ഈ ഏരിയ മൊത്തം ഞങ്ങൾ ഇന്നലെ അരിച്ചു പെറുക്കിയതാണ്. നമുക്ക് നോക്കാം. എങ്ങോട്ടാ? സർ, ഇതുവഴിയാ.
ആ